Hi dear friends, welcome back to Easy Commerce Concepts. Let's start the video. നാലാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗ് എന്നാണ് ആ ഒരു ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഓർഗനൈസിംഗ്, അതിന്റെ മീനിങ്ങും ഡെഫിനിഷനും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ എന്നും വർക്ക് സ്പെഷ്യലൈസേഷൻ എന്താണെന്നും ദെൻ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷൻ എന്താണെന്നും സ്പാൻ ഓഫ് മാനേജ്മെന്റും അതുപോലെ ഡിപ്പാർട്ട്മെന്റേഷനും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ഓർഗനൈസിംഗ് എന്നാണ്. Organizing involves establishing an intentional structure of roles of for the staff at all levels of the hierarchy in the organization. It is a function of identifying the required activities, grouping them into jobs, assigning jobs to various positions holders, and creating a network of relationship so that required functions are performed in a coordinated manner, leading to the accomplishment of the desired goal. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അതിനെയൊക്കെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. മൊത്തം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം ഈ കാര്യങ്ങളുടെ കുറെയൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതായത് ഇപ്പോ പർച്ചേസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത്, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയ കാര്യങ്ങൾക്ക് വേറൊരു ഭാഗത്ത്, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളത് വേറെ ഭാഗത്ത്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയത് വേറെ കാര്യം. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് നിൽക്കുമായിരിക്കും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം. സോ നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് മാറ്റി ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരവരുടേതായിട്ടുള്ള എന്ത് കൊടുക്കുക, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഒക്കെ കൊടുത്ത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഫങ്ഷണബിൾ ആക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഓർഗനൈസിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം. സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിനുശേഷം പ്ലാൻസ് ആൻഡ് പോളിസീസ് ഡിസൈൻ ചെയ്യും, എന്നിട്ട് സ്പെസിഫിക് ആക്ടിവിറ്റീസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യും, അതിനുശേഷം ഏകദേശം ഒരുപോലെയുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും, എന്നിട്ട് ഓരോരോ ഗ്രൂപ്പിനും അതിൻ്റെതായ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ്, നല്ല രീതിയിൽ അതോറിറ്റി റിലേഷൻഷിപ്പ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തും. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. കൂൺസോ ഡോണൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. Organizing involves the grouping of activities necessary to accomplish goals and plans, the assignment of these activities to appropriate departments, the provisions of the authority, delegation and coordination. അതായത് ആദ്യം നമ്മൾ ഓർഗനൈസേഷനിൽ മൊത്തം എന്തോരം കാര്യങ്ങൾ ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം അവരുടെ സിമിലാരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, അതിനെയാണ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുക. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ എന്ത് കൊടുക്കാം, അതിൻ്റെതായ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ ഡിസൈഡ് ഒബ്ജക്റ്റീവ്സുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്ത്, ഓർഗനൈസിങ്ങിന്റെ മീനിങ്ങും ഡെഫിനിഷനും. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ നോക്കുന്നത് ഓർഗനൈസേഷന്റെ ആ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസുകളെല്ലാം അതിന്റെ സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫൈഡ് പേഴ്സണെ നമ്മൾ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുന്നുണ്ട്. അയാളിലേക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന അയാളുടെ ഡ്യൂട്ടി അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഡെലിഗേഷൻ എന്ന് വിളിക്കുക. ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പെർഫോം ദ ഡ്യൂട്ടീസ് എഫക്റ്റീവ്ലി, സോ ദർ ഇസ് നോ അതോറിറ്റി ടു ഡു ഇറ്റ്. ഓക്കെ, സോ നല്ല രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വേണം അത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഈ ഡെലിഗേറ്റ് ചെയ്തിട്ട് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ നല്ലോണം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ആക്ടിവിറ്റീസ് ഇങ്ങനെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് പ്രിൻസിപ്പിൾസ്. ഓർഗനൈസിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒത്തിരി പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആണ്.
ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഡ്യൂട്ടീസ് ഫിക്സ് ചെയ്യുന്നതാണെങ്കിലും റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും അതോറിറ്റി കൊടുക്കുന്നതാണെങ്കിലും അതെന്താന്ന് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. ഇപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റീസണബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാന്നുള്ള. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ഈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഒബ്ജക്റ്റീവ് അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ദെൻ ഡിവിഷൻ ഓഫ് വർക്ക്, എല്ലാം കൂടി എല്ലാവരും കൂടി ചെയ്യാൻ നോക്കരുത്. ഓരോ ജോലി അതിനായിട്ട് നല്ല എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വേണം നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കാൻ. അത് നല്ല രീതിയിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കണ്ടിന്യൂറ്റി, അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സമയത്ത് ഓപ്പറേഷൻസ് ആണെങ്കിലും ഒബ്ജക്റ്റിവിറ്റി ആണ് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ ഓർഗനൈസേഷനും പീരിയോഡിക്കലി അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ അത് എന്ത് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയർ, ഇതാണ് മെയിൻ ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ഉണ്ട്. അപ്പൊ ഒരു സുപ്പീരിയർക്ക് എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിന്റെ എണ്ണത്തിനെയാണ് എന്ത് വിളിക്കുക, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക. അതിൽ ആ എണ്ണത്തിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ, അതായത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മാനേജ്മെന്റിന്റെ അടുത്തേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഈ റൂട്ടീൻ ആയിട്ടുള്ളതും അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കാൻ ഒരിക്കലും ടോപ്പ് മാനേജ്മെന്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത് അതിൻ്റെതായിട്ടുള്ള മാനേജേഴ്സ് അത് ഡീൽ ചെയ്തിരിക്കണം. എക്സംഷണൽ പ്രോബ്ലംസ്, അതായത് മാനേജ്മെന്റ് ഇടപെട്ടാലേ അത് സോൾവ് ആവുള്ളൂ എന്നുള്ള അങ്ങനത്തെ പ്രോബ്ലംസ് മാത്രമേ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ, ടോപ്പ് ലെവലിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ, അല്ലെങ്കിൽ ഇതിനെ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്നും വിളിക്കാറുണ്ട്. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ മാറ്റങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ സ്ഥാപനത്തിന് പറ്റണം. ഞാൻ മാറില്ല, എന്റെ സ്ഥാപനം മാറില്ല, അങ്ങനെ ഒരു വാശിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്ലാനും ഒരു ഹെഡും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു ഒറ്റ ഒബ്ജക്റ്റീവേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാതെ ഒരുപാട് ഒബ്ജക്റ്റീവ്സുമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് നടക്കാൻ പാടില്ല. അവർക്ക് ഒരു കോമൺ ഗോൾ ആണ് ഉണ്ടായിരിക്കേണ്ടത്, എന്നാലേ പെട്ടെന്ന് ആ ഒബ്ജക്റ്റീവിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്, അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാ ആക്ടിവിറ്റീസും തമ്മിൽ നല്ലൊരു ബാലൻസ് ഉണ്ടാവും. ഒന്നൊന്നിനേക്കാൾ ഇങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല. എന്താണോ കറക്റ്റ് വേണ്ടത് അത്ര തന്നെ മതിയാവും. കൂടി പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. സോ അവിടെ ഒരു പ്രോപ്പർ ബാലൻസ് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്കാലാർ, ദ സ്കാലാർ പ്രിൻസിപ്പിൾ, അതായത് ഒരു ഓർഗനൈസേഷനിൽ ആരോടാണോ ആൻസറബിൾ ആയിട്ടുള്ളത്, ഉത്തരം പറയാൻ യോഗ്യരായിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കാണോ ആ ഒരു അധികാരം ഉള്ളത് അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അതാണ് സ്കാലാർ പ്രിൻസിപ്പിൾ എന്ന് പറയുക. അതായത് ആരാണ് സുപ്പീരിയർ ആരാണ് സബോർഡിനേറ്റ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ആരാണ് സുപ്പീരിയർ, ആർക്കാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്, നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ആൻസറബിലിറ്റി നമ്മൾ ആരോടാണ് പറയേണ്ടത്. എല്ലാവരോടും കൂടി പോയി നമ്മൾ പറയേണ്ട കാര്യമില്ല, നമുക്ക് മുകളിൽ ഒരാൾ ഉണ്ടാവും, അയാളോടാണ് നമ്മൾ പറയുന്നത്. അത് ആരാന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി ഉണ്ട്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് ഒരു 5-6 പോയിന്റെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർമൽ ഓർഗനൈസേഷനും ഉണ്ട്, ഇൻഫോർമൽ ഓർഗനൈസേഷനും ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർമലും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർമലും ഇൻഫോർമലും. ഫോർമൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് an organizational structure which clearly defines the duties, responsibilities, authority and responsibility relationship as prescribed by the top management. ഒരു സ്ഥാപനത്തിലെ ഓരോരോ വ്യക്തികളുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അതോറിറ്റി എല്ലാ റിലേഷൻഷിപ്പും വളരെ വ്യക്തമായി ടോപ്പ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെയായിരിക്കണം പോകേണ്ടത്. ഈ ഒരു ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോർമൽ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. ടോപ്പ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ അവിടെ പ്രവർത്തിക്കേണ്ടത്. സോ ഇതൊരു വെർട്ടിക്കൽ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം,
കാര്യങ്ങൾ സംസാരിക്കുക. ഓക്കെ, വിച്ച് കണക്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ്സ് ടു ദ ഓർഡിനറി വർക്കേഴ്സ്. അവിടെ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഫ്ലോ ചെയ്യുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കായിരിക്കും. ഒരു ടെക്നിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കുറെ കൂടി കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആയിരിക്കും, പെർമനന്റ് ആയിരിക്കും. ഓരോ ഐറ്റത്തിനും വേണ്ട ഇമ്പോർട്ടൻസ്, അതോറിറ്റി, ഫംഗ്ഷൻ ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി വരുന്നുണ്ട്, ഫോർമൽ. അതായത് നമുക്ക് വേണമെങ്കിൽ സൂപ്പർവൈസർക്ക് അയാളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അയാള് ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റും. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, എപ്പോ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു ഫിക്സേഷൻ ഉണ്ടാവാൻ പറ്റും. ആരാണ് ഈ ഓർഡർ ഇറക്കിയെന്നൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിൽ ആളുടെ പേര് എഴുതി ഡെസിഗ്നേഷനും എഴുതി ഒപ്പിട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻലി ഫോർമലിൽ പറയുകയാണെങ്കിൽ. ഇൻഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെയും അതേപോലെ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും കോൺഫിഡൻസിന്റെ ഒക്കെ ബേസിലാണ് ഇങ്ങനെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുക. ഇവിടെ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആവുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ റൂൾസും റെഗുലേഷൻസ് പ്രൊസീജിയേഴ്സ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയാ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡും ഇല്ലാതെ, ഒരു റൂൾസും പ്രൊസീജിയേഴ്സും ഒന്നും ഇല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, ലൈക്സിന്റെയും ഡിസ്ലൈക്സിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്സിന്റെയും ഇൻട്രസ്റ്റുകളുടെ ഒക്കെ ഒരു പുറത്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നത്. സോ ഇതിന്റെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫോർമലും ഫോർമലും നമ്മൾ ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫോർമൽ ഓർഗനൈസേഷൻ ആണ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്തത്, അതായത് അത് കരുതി കൂട്ടി നമ്മൾ മനഃപൂർവ്വം പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓഫീസൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. ദെൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നാൽ സ്പോണ്ടേനിയസ് ആണ്. പെട്ടെന്ന് പെട്ടെന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ആവുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പുറത്താണ് ഉണ്ടാവുക. പിന്നെ ഫോർമൽ എന്ന് പറയുമ്പോൾ അതോറിറ്റി എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലായിരിക്കും. ഇൻഫോർമൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, അത് കുറെ കൂടി ഹൊറിസോണ്ടൽ ആയിരിക്കും കാര്യങ്ങളൊക്കെ. ഇൻഫോർമൽ അതോറിറ്റി ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം ഓർ ഹൊറിസോണ്ടലി. അത് അതിനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഓർഡർ ഒന്നുമില്ല, അത് എങ്ങനെ വേണമെങ്കിലും പോവും. പിന്നെ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ടെക്നോളജിക്കൽ പേർപ്പസ്. ഒരു ടെക്നിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ആവുന്നത് ഒരാളുടെ എൻക്വയറി, ചോദ്യങ്ങള്, സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്, അതിന്റെ ഒക്കെ ബേസിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോർമൽ ഓർഗനൈസേഷൻ തന്നെ കുറച്ചുകൂടെ പെർമനന്റ് ആണ്, സ്റ്റേബിൾ ആണ്. എന്നാൽ ഇൻഫോർമൽ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഒന്നുമില്ല, അത് അങ്ങനെ ഒരു പെർമനന്റ് നേച്ചർ ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും അവസാനിക്കാം, എപ്പോ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഫോർമൽ ഓർഗനൈസേഷന് കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടേംസ് അതോറിറ്റി, ഫംഗ്ഷൻ ഒക്കെയാണ്. എന്നാൽ ഇൻഫോർമൽ കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പീപ്പിൾ ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്, ആളുകൾ അവരുടെ ഫീലിങ്സ് കാര്യങ്ങൾക്കൊക്കെയാണ് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. സോ ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നല്ല രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ദാറ്റ് ഈസ് സ്ട്രക്ചർ. അതായത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഏതൊക്കെയാണ്. മെയിൻലി നമുക്ക് രണ്ട് സ്ട്രക്ചർ ആണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ലൈൻ ഓർഗനൈസേഷനും ഉണ്ട്, അതേപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും ഉണ്ട്. സോ ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്നുള്ള രണ്ട് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്ഥാപനത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവിടെയുള്ള ഓഫീസേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും ഒക്കെ എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള. സോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ലൈൻ ഓഫ് അതോറിറ്റി ആളുകളുടെ ഇടയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ ലോങ് ടേമിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ തിരിച്ചിട്ടുള്ളതാണ് ഒന്ന് ലൈൻ ഓർഗനൈസേഷൻ, രണ്ട് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാണ് കംപ്ലീറ്റ് ആവുന്നത് സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റിലാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോ എപ്പോഴും ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും വരിക. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഓരോരുത്തരുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഓരോ ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷന് ആർമി ഓൺ ദ സെയിം പാറ്റേൺ ആണ്. ആർമിയിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആണ് അവർ നോക്കുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മിലിറ്ററി ഓർഗനൈസേഷൻ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. സോ നമുക്കൊരു ലൈൻ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം.
ഇത് വേർട്ടിക്കലി ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, മുകളിൽ നിന്ന് താഴോട്ടാണ് വരിക. അതോറിറ്റി എപ്പോഴും ടോപ്പ് ടു ബോട്ടം ആയിട്ടാണ് ഫ്ലോ ചെയ്യുക. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ആ ഓപ്പറേഷൻസ് സിസ്റ്റം വളരെ ഈസിയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആരുടെ ഓർഡർ ആര് അനുസരിക്കണം. ഓക്കെ, ഹൂ ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഹൂ വൺ ഷുഡ് ഗീവ് ഓർഡേഴ്സ്. ആര് ഓർഡർ കൊടുക്കും, ആര് ഓർഡർ സ്വീകരിക്കണം അല്ലെ അത് കേൾക്കണം എന്നുള്ള വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ സുപ്പീരിയറും സബോർഡിനേറ്റിനും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ദ സുപ്പീരിയർ വിൽ ടേക്ക് ഡിസിഷൻസ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി. സുപ്പീരിയർ അയാളുടെ പരിധിക്കുള്ളിലുള്ള അയാളുടെ സ്കോപ്പിന്റെ അണ്ടറിലുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള റൈറ്റ് ഇവിടെ സുപ്പീരിയർക്ക് ഉണ്ട്. ഇതാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലൈൻ ഓഫീസേഴ്സ് ഹാവ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെന്റ് ദം, ബട്ട് ദ സ്റ്റാഫ് ഓഫീസേഴ്സ് വിൽ അസിസ്റ്റ് ദം വൈൽ ടേക്കിംഗ് ഡിസിഷൻ. ഇവിടെ എന്താണ്, അതോറിറ്റി ഉള്ളത് സുപ്പീരിയർക്ക് തന്നെയാണ്, പക്ഷെ ആ അതോറിറ്റി എക്സസൈസ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ആ അതോറിറ്റീന്റെ അണ്ടറിലുള്ള സ്റ്റാഫ് സുപ്പീരിയറിന് എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിലൊരു ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ദ ഫങ്ഷൻ ഓഫ് സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ ഓൺലി അഡ്വൈസിങ് വൺ. ഒരു ഉപദേശ കമ്മിറ്റി പോലെ ഒരു അഡ്വൈസിങ് ആണ് കൊടുക്കുന്നത്. അവരെന്ത് ചെയ്യും, ലൈൻ മാനേജേഴ്സിന് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ഫാസ്റ്റ് ഡെവലപ്പിംഗ് ഇൻഡസ്ട്രിയൽ വേൾഡിൽ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ടെക്നിക്കൽ നോളജ് ഉണ്ടാവാനും റൈറ്റ് ഡിസിഷൻസ് എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാഫ് ഓഫീസേഴ്സ് ലൈൻ മാനേജേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് ഡിസിഷൻ ഒക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. സോ സ്റ്റാഫ് ഓഫീസേഴ്സ് ചിലപ്പോൾ ചില പെർട്ടിക്കുലർ ഫീൽഡിൽ വളരെ എക്സ്പേർട്ട് ആയിരിക്കും, ടെക്നിക്കൽ ആണെങ്കിലും എക്കണോമിക്കൽ ആണെങ്കിലും ഒക്കെ അവർ ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും. അപ്പൊ ഈ അഡ്വൈസ് കിട്ടുന്നത് സ്ഥാപനത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെയും അതോറിറ്റി ഫ്ലോ ചെയ്യുന്ന ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് തന്നെയാണ്. ലൈൻ ഓഫീസേഴ്സ് തീരുമാനം എടുക്കും എങ്ങനെ, ഓൺ ദ ബേസിസ് ഓഫ് ദ സജഷൻസ് ഗിവൺ ബൈ ദ സ്റ്റാഫ് വർക്കേഴ്സ്. അവരുടെ അണ്ടറിലുള്ള സ്റ്റാഫ് വർക്കേഴ്സിന്റെ ഒരു എന്താ പറയാ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവരും കൂടി അഡ്വൈസ് ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ സ്റ്റാഫ് ഓഫീസേഴ്സിന് എന്തില്ല, ഡിസിഷൻ എടുക്കാനുള്ള പവറും കൺട്രോളിങ്ങിനുള്ള പവറും ഒന്നുമില്ല സബോർഡിനേറ്റ്സിന്റെ മുകളിൽ. അവർക്ക് ജസ്റ്റ് എന്താണ് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. കംപ്ലീറ്റ് കാര്യങ്ങൾ എടുക്കുന്നത് ആരാണ്, ലൈൻ മാനേജേഴ്സ് തന്നെയാണ്. അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ആരുടെ സ്റ്റാഫ് ഓഫീസേഴ്സിന്റെ കടമ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ the workers get the instructions only from the line officers. ലൈൻ ഓഫീസേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ആര് കേൾക്കുള്ളൂ, വർക്കേഴ്സ് കേൾക്കുള്ളൂ. സ്റ്റാഫ് ഓഫീസേഴ്സിന് ജസ്റ്റ് അഡ്വൈസ് ചെയ്യാനുള്ള ആ ഒരു എന്ത് മാത്രമേ ഉള്ളൂ, റൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ആളുകളുടെ ആ വിവരങ്ങൾ, ആ ഒരു അറിവുകളൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഫങ്ഷനിങ് ഒക്കെ എഫിഷ്യന്റ് ആക്കി മാറ്റാൻ പറ്റും. ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഒരുപാട് മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാനും അതുപോലെ തന്നെ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പറ്റും. നിലവിലുള്ള സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഫാസ്റ്റർ ആൻഡ് ബെറ്റർ ആയിട്ടുള്ള വർക്കേഴ്സിന് നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു മോശം അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതില് കറക്റ്റ് ആയിട്ട് പവേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ചില സമയത്ത് സ്റ്റാഫ് ഓഫീസേഴ്സിന്റെ അഡ്വൈസ് ലൈൻ ഓഫീസേഴ്സ് റിജക്ട് ചെയ്യും. എന്താണ് കാരണം എന്നൊന്നും പറയാൻ തന്നെ, അത് ചിലപ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് ലൈൻ ഓഫീസേഴ്സിന്റെ പവർ ഇവരെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ സ്റ്റാഫ് ഓഫീസേഴ്സ് എടുത്തിട്ട് വർക്കേഴ്സിനെ ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കമ്പനിയിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ചില സമയത്ത് സ്റ്റാഫ് ഓഫീസേഴ്സ് നോട്ട് ഇൻവോൾവ് ഇൻ ദ ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ. ശരിക്കും സ്റ്റാഫ് ഓഫീസേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സ്റ്റാഫ് ഓഫീസേഴ്സ് അറിയുന്നില്ല, കാരണം അവർ ഇതിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നില്ല. അങ്ങനെ ചില ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ ചില കാര്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റിൽ അപ്പോയിന്റ് ചെയ്യും. ഒരുപാട് കാര്യങ്ങളിൽ ഫീൽഡിലൊക്കെ അവർക്ക് നല്ല അറിവും അവരായിരിക്കും അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ വെക്കുക. അപ്പൊ ഈ ഫങ്ഷൻസിനൊക്കെ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അണ്ടർ ഫങ്ഷണൽ ഓർഗനൈസേഷൻ
അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റുകളുടെ കയ്യിൽ നിന്നാണ് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്വീകരിക്കുക, ഗൈഡ് ലൈൻസ് ഒക്കെ സ്വീകരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് വെച്ചാല് മൊത്തം ഒരു വർക്കിനെ നമുക്ക് ചെറിയ ചെറിയ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലിസ്റ്റുകൾക്ക് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻ തരുന്നത് കൊണ്ട് തെറ്റുകളൊക്കെ പറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ഒരു തീരുമാനം കൂടി കിട്ടും, അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് കൂടി കിട്ടുമ്പോൾ കാര്യങ്ങളൊക്കെ കുറെ കൂടി സ്മൂത്ത് ആയിട്ട് വലിയ എറേഴ്സും ബഗ്സും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ സൂപ്പർവൈസേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറെ കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ വർക്ക് ലോഡ് ഒത്തിരി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സിക്യൂട്ടീവ്സിന് അവരുടെ ഒരു റിലീഫ് ഉണ്ടാക്കും, അവരുടെ ബർഡൻ ഒക്കെ ഇത്തിരി കുറയ്ക്കാൻ പറ്റും. പിന്നെ പ്രൊഡക്ഷൻ നല്ല മാസ് ആയിട്ട് ലാർജ് സ്കെയിൽ നടത്താൻ പറ്റും. കുറെ കൂടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് ഡിപ്പാർട്ട്മെന്റേഷൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോരോ ഗ്രൂപ്പുകളിലാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവും, ഇതൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് നല്ലത്, അതാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ഹെഡിനെ കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വർക്ക് ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ട് ഓരോ വർക്കിന്റെയും ഡീറ്റെയിൽസ് അനലൈസ് ചെയ്യും, എന്നിട്ട് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഫംഗ്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ ഫംഗ്ഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ആക്കി മാറ്റും. എന്നിട്ട് അതിനെ ഓരോരോ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോരോ ഗ്രൂപ്പിനും അല്ലെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനും അതിൻ്റെതായിട്ടുള്ള എന്ത് കൊടുക്കും, ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ അലേർട്ട് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സിന്റെ സ്കില്ലും പ്രസ്റ്റീജ് ഒക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും, അവരുടെ എഫിഷ്യൻസി കൂടും. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കുറെ കൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ഇതുവഴി സാധിക്കും. അപ്പൊ ഡിപ്പാർട്ട്മെന്റേഷൻ ചെയ്യാൻ പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെന്റ്, ടെറിട്ടോറിയൽ ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റമർ വൈസ് ഡിപ്പാർട്ട്മെന്റേഷൻ, പ്രോസസ് ഓർ എക്യുപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് നമ്മൾ തരംതിരിക്കാറുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. മെയിൻ ആയിട്ട് ലൈൻ ഓർഗനൈസേഷനും സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കിയാൽ മതിയാവും. അതാണ് അതിൽ മെയിൻ ആയിട്ട് ചോദിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈൻ ഓർഗനൈസേഷനും അതേപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഇടക്ക് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് അതോറിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ തൊട്ടുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഡെലിഗേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റി നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുക, ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്താണ് ഈ അതോറിറ്റി? അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റൈറ്റ് ടു ഇഷ്യൂ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു സമ്മൺ എൽസ്. മറ്റൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ്, ഒരു ഓർഡർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ വേറൊരാൾക്ക് നമുക്ക് കൊടുക്കാനുള്ള അധികാരത്തെയാണ് അതോറിറ്റി എന്ന് വിളിക്കുക. അപ്പൊ എന്താ റെസ്പോൺസിബിലിറ്റി, ഒരാൾ തന്നിട്ടുള്ള ഒരു ഡ്യൂട്ടി വളരെ കൃത്യമായി സമയനിഷ്ഠിതമായി ചെയ്തു തീർക്കാനുള്ള ഒരാളുടെ ഉത്തരവാദിത്വത്തിന് ആ ടാസ്കുകൾ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ നമ്മൾ എന്താ പറയാ അതോറിറ്റി, ആഡിക്വേറ്റ് ആയിട്ടുള്ള അതോറിറ്റി ഓരോരുത്തർക്ക് കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ഡെലിഗേറ്റ് എന്ന് പറയുക. അതോറിറ്റി ഡെലിഗേഷൻ is considered to be the most important method of training subordinates and building morals. അതായത് നമ്മുടെ അണ്ടറിലുള്ള സബോർഡിനേറ്റ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് എന്ത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പല തരത്തിലുള്ള എന്തുണ്ട്, ഡെലിഗേഷൻ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ജനറൽ ഡെലിഗേഷൻ ഉണ്ട്, സ്പെസിഫിക് ഡെലിഗേഷൻ ഉണ്ട്, റിട്ടൺ ഡെലിഗേഷൻ ഉണ്ട്, അൺറിട്ടൺ ഉണ്ട്, ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്, ഡൗൺവേർഡ് ഉണ്ട്, സൈഡ്വേർഡ് ഉണ്ട്. അപ്പൊ ജനറൽ ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഗ്രാൻഡിങ് അതോറിറ്റി ടു ദ സബോർഡിനേറ്റ് ടു ദ പെർഫോം വേരിയസ് മാനേജറിയൽ ഫങ്ഷൻസ് ആൻഡ് എക്സസൈസ് കൺട്രോൾ ഓവർ ദം. അതായത് നമ്മുടെ സബോർഡിനേറ്റ്സിന് ഡയറക്റ്റ് ആയിട്ട് പൊതുവെ നമുക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രാൻഡ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ജനറൽ ഡെലിഗേഷൻ എന്ന് പറയാം പൊതുവായിട്ട് നമ്മൾ പറയുന്നത്.
സ്പെസിഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻ ആർ ഡെലിഗേറ്റഡ് ടു പെർട്ടിക്കുലർ പേഴ്സൺ. ഇന്ന വ്യക്തിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫിക്കലി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? സ്പെസിഫിക് ഡെലിഗേഷൻ. ഇനി റിട്ടേൺ ഡെലിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ് ഇൻ റിട്ടേൺ വേർഡ് ഈസ് നോൺ. അതായത് നമ്മൾ എഴുതിയിട്ട് കൊടുക്കും, നിങ്ങളാണ് ഇത് ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതിയിട്ട് കൊടുക്കും. സാധാരണ നമ്മൾ പറയല്ലേ ചെയ്ത്, എഴുതി കൊടുക്കും. അൺറിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ജസ്റ്റ് കസ്റ്റംസ് ഓർ യൂസേജ്, ജസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? അൺറിട്ടേൺ എന്ന് പറയാം. അവിടെ എഴുതിയിട്ടൊന്നും കൊടുക്കൂല. പിന്നെ ഫോർമൽ ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഡ്യൂട്ടീസും അതോറിറ്റി ഒക്കെ നമ്മൾ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിന് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫോർമൽ ആണ്. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ആ ഒരു മാനേജ്മെന്റിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്, അതേപോലെ തന്നെ അതോറിറ്റി, പ്രത്യേകിച്ച് ഒരു ടോപ്പ് മാനേജ്മെന്റിന്റെ അതോറിറ്റി ഒന്നും ഇല്ലാതെ തന്നെ നമ്മളത് ഡ്യൂട്ടീസ് നമ്മുടെ സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻഫോർമൽ എന്ന് പറയാം. അവിടെ ടോപ്പ് മാനേജ്മെന്റ് അതിൽ ഇടപെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഡൗൺവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയർ എന്താ പറയാ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റിന് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡൗൺവേർഡ് ഡെലിഗേഷൻ എന്ന് പറയാ. സൈഡ് വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ് തന്നെ ആവണമെന്നില്ല, വേറൊരാൾക്ക് ആ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് സൈഡ് വേർഡ് ഡെലിഗേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്ത ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നന്നായിട്ട് നോക്കണം. അതിന്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ അതിന്റെ ഡിഫറൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും, ടോപ്പ് ലെവലിന്റെയും മിഡിൽ ലെവലിന്റെയും ലോവർ ലെവലിന്റെയും എല്ലാ കാര്യങ്ങളും അതിന്റെ ടോപ്പ് മാനേജ്മെന്റിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസേഷൻ. ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് മാനേജ്മെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം എന്ന് പറയും. എന്നാൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്? ഡീസെൻട്രലൈസേഷൻ refers to the systematic efforts to delegate the lowest level authority except which can be exercised in top management only. അതായത് സെൻട്രൽ പോയിന്റിൽ മാത്രം എന്താ പറയാ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ അല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതെന്ത് ചെയ്യുക? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരോ ലെവലിന് ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഡീസെൻട്രലൈസേഷൻ എന്ന് വിളിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല രീതിയിൽ തന്നെ പഠിക്കാം. പിന്നെ സ്പാൻ ഓഫ് കൺട്രോൾ എന്താന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സുപ്പീരിയറിന് വളരെ എഫക്റ്റീവ് ആയി സിസ്റ്റമാറ്റിക് ആയി മാനേജ് ചെയ്യാൻ സാധിക്കുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ. അതിൽ കൂടിക്കഴിഞ്ഞാൽ, ആ നമ്പറിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മാനേജർക്ക് അവരെ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ അത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ ഈ സ്പാൻ ഓഫ് കൺട്രോളിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് വർക്ക്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് ദ സൂപ്പർവൈസർ, കപ്പാസിറ്റി ഓഫ് ദ സബോർഡിനേറ്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ലെവൽസ് ഓഫ് സൂപ്പർവിഷൻ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു രീതിയിലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ പഠിക്കണം, ഒരു രീതിയിലും മിസ് ചെയ്യാൻ പാടില്ല. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പഠിക്കണം. ഇതിൽ മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു, നമ്മൾ തുടക്കത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്ക് ചോദിക്കാറുണ്ട് മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ ഏതൊക്കെയാണെന്ന്. അത് മിസ് ചെയ്യരുത്. നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റേഷന്റെ മെത്തേഡ്സ് ഏതൊക്കെ, ഫങ്ഷണൽ ഉണ്ട്, അതുപോലെ പ്രൊഡക്റ്റ് വൈസ് ഉണ്ട്, ടെറിട്ടോറിയൽ ഓർ ജിയോഗ്രഫിക്കൽ ഉണ്ട്, കസ്റ്റമർ വൈസ് ഉണ്ട്. പ്രോസസ് ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ, സെയിൽസ്, പർച്ചേസ്, ഫിനാൻസ്, പേഴ്സണൽ, ഇങ്ങനത്തെ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഫങ്ഷൻസിന്റെ ബേസിൽ നമ്മൾ ഓർഗനൈസേഷനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുക. പൊതുവെ അങ്ങനെയാണ് ഉണ്ടാവാറ്. ഇനി പ്രൊഡക്റ്റിന്റെ ബേസിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിന്റെ വെറൈറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ്, അത് ഏതൊക്കെ ടൈപ്പിലുണ്ട്, അതിന്റെ ബേസിൽ നമ്മൾ തരംതിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഇപ്പൊ ഇലക്ട്രോണിക് കമ്പനി ആണെങ്കിൽ അതിൽ എന്താ പറയുക, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ടെലിവിഷൻ ഉണ്ടാവും, റേഡിയോസ് ഉണ്ടാവും, ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ പ്രൊഡക്റ്റ് ലൈനിന്റെ ബേസിൽ നമ്മൾ തിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെന്റേഷൻ വിളിക്കുക. ഇനി ടെറിട്ടോറിയൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് ലൊക്കേഷൻസ് ആയിരിക്കില്ല, അങ്ങനെ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെന്റേഷന് നമ്മൾ ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓരോരോ സ്ഥലത്തിനനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സോൺ അല്ലെങ്കിൽ ഏരിയന്റെ ബേസിൽ നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ
ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടെറിട്ടോറിയൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെന്റേഷൻ. ഇനി കസ്റ്റമർ വൈസ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ചിലപ്പോൾ ഒരു ബിസിനസ് നമ്മൾ എന്താ പറയാ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിക്കും. കസ്റ്റമേഴ്സിന്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ലാർജ് ആൻഡ് സ്മോൾ കസ്റ്റമേഴ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് അൾട്ടിമേറ്റ് ബയേഴ്സ്, ഗവൺമെന്റ് ആൻഡ് അതർ കസ്റ്റമേഴ്സ്, അങ്ങനെ ആരൊക്കെയാണോ നമ്മുടെ കസ്റ്റമേഴ്സ് അതിന്റെ ബേസിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കസ്റ്റമർ വൈസ് ഡിപ്പാർട്ട്മെന്റേഷൻ. പിന്നെ വരുന്നതാണ് എന്ത്, പ്രോസസ് ഓർ എക്വിപ്മെന്റ് വൈസ് ഡിപ്പാർട്ട്മെന്റേഷൻ. അതായത് ഓരോ ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രോസസ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷന് ഓരോന്നിനും ഓരോ പ്രോസസ് ആയിരിക്കുമല്ലോ, എല്ലാ പ്രൊഡക്റ്റും ഒരേപോലെ ആയിരിക്കില്ല. അങ്ങനെ നമ്മളുടെ അതിന്റെ മെഷീൻസ് അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എക്വിപ്മെന്റിന്റെ ഒക്കെ ബേസിൽ നമ്മളിപ്പോ തിരിച്ചിട്ടാണ്. ഇപ്പൊ മില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഗ്രൈൻഡിങ് ഡിപ്പാർട്ട്മെന്റ്, ലെതർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോരോ ഒരു പ്രോസസ് ഉണ്ട്. ലെയ്ത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, ലെയ്ത്ത് അങ്ങനെ ഓരോ ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ പ്രോസസ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്വിപ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ് ഡിപ്പാർട്ട്മെന്റേഷൻ. പിന്നെ അവസാനത്താണ് കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെത്തേഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ. ചില കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരേ മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് ചേരും, അവിടെ ഒരുമിച്ച് ചേർക്കും. അങ്ങനെ ടു ഓർ മോർ മെത്തേഡ്സ് നമ്മൾ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ, അതായത് ഒന്നോ രണ്ടോ മൂന്നോ മെത്തേഡുകൾ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് മെത്തേഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ഓർഗനൈസിംഗിൽ നമ്മൾ